ദൈവത്തിന്റെ നീതിയും നമ്മളിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ പത്രോസ് പറയാണ്, കർത്താവേ, ഞാൻ മഹാപാപിയാണ്, എന്നെ നീ വിട്ടുപോ. കർത്താവ് അവനെയാണ് തൻ്റെ സഭ സ്ഥാപിക്കാൻ തെരഞ്ഞെടുത്ത മാർപ്പാപ്പ. കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അപ്പൊ ആരെയാണ് അവിടെ തെരഞ്ഞെടുത്തത്? പാപിയായ, മഹാപാപിയായ ഒരു പത്രോസിനെ തെരഞ്ഞെടുത്തു. മഹാപാപിയായ ഒരു സാവൂളിനെ തെരഞ്ഞെടുത്തു. ഇവിടെ അപ്പോ ഞാൻ ആ ആഴത്തിലേക്ക് നീങ്ങി വലയെറിയ എന്ന് പറഞ്ഞതിലുള്ള വലിയൊരു രഹസ്യമാണ്. ഞാൻ ഇത്രയും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. നമ്മുടെ അധ്വാനത്തിലും നമ്മുടെ ശക്തിയിലൂടെയും അല്ല നമുക്ക് കിട്ടുന്നത്, ദൈവത്തിന്റെ ദാനമാണ്. ഇനി വായിക്കാം 5:33 മുതലുള്ള വചനം. ലൂക്ക 5:33. അവർ അവനോട് പറഞ്ഞു, യോഹന്നാന്റെ ശിഷ്യർ പലപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഫരിസേയരുടെ ശിഷ്യരും അങ്ങനെ തന്നെ. എന്നാൽ നിന്റെ ശിഷ്യർ തിന്നു കുടിച്ച് നടക്കുന്നു. യേശു അവരോട് മറുപടി പറഞ്ഞു, ദിവസം പറയാൻ പറ്റിയതല്ല, എന്നാലും പറഞ്ഞു. മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറയോളരെ കൊണ്ട് ഉപവസിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്നാൽ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു. ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷ്ണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല, പുതിയ കഷ്ണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. പഴയ വീഞ്ഞ് കുടിച്ച് ഒരുവനും പുതിയത് ഇഷ്ടപ്പെടുകയില്ല. ഇത് പറയാൻ വേണ്ടിയാണ് ഇത്രയും വായിച്ചത് കേട്ടോ. ലാസ്റ്റ് ഒന്ന് പറഞ്ഞ എല്ലാവരും, പഴയ വീഞ്ഞ് കുടിച്ച ഒരുവനും പുതിയ വീഞ്ഞ് ഇഷ്ടപ്പെടുകയില്ല. പഴയതാണ് എന്നല്ലേ പറയുന്നത്. മെച്ചം എന്നല്ലേ പറയുള്ളൂ. നമ്മള് പണ്ടൊക്കെ ഇത്തിരി കുടിച്ച് ശീലമുള്ള ആളുകൾക്ക് ഇത് ശരിക്കും മനസ്സിലാവുന്നില്ലേ? അവർ ശീലിച്ച ആ ബ്രാൻഡ് അത് കിട്ടിയാലേ ഒരു സാറ്റിസ്ഫാക്ഷൻ ആവുള്ളൂ. ആ ഒരു തത്വമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പഴയ വീഞ്ഞ് കുടിച്ച് ശീലിച്ചവര് അതേ കുടിക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും ഇപ്പോ? അപ്പൊ ഒന്ന് യഹൂദര്, ഫരിസേയര്, യഹൂദരെല്ലാവരും ആവണമെന്നില്ല, ഫരിസേയരും നിയമിച്ചരും അവർ ഈ പഴയ വീഞ്ഞ്, അതായത് സ്വന്തം പ്രവൃത്തിയിൽ അടിസ്ഥാനമിട്ടിട്ടുള്ള ഒരു നീതി, അതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയിലുള്ള നീതിയിലാണ് വിശ്വസിക്കുന്നത്, സ്വന്തം പ്രവൃത്തിയിലൂടെയുള്ള നീതിയിലല്ല. അപ്പൊ ദൈവനീതി എന്ന് പറയുന്നത് ദൈവം സൗജന്യമായി ഫ്രീ ആയിട്ട് നൽകുന്ന നീതി. മറ്റത് മനുഷ്യനീതിയാണ്, മനുഷ്യൻ അവന്റെ പ്രവൃത്തി അനുസരിച്ച് ഉള്ള നീതി. ആ പഴയ വീഞ്ഞ് കുടിച്ച് പരിചയമുള്ളവർക്ക് ഈ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന സൗജന്യമായ നീതി സ്വീകരിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെയാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആവശ്യം. ഈ പുതിയ വീഞ്ഞ് കുടിച്ച് ശീലിച്ചവർ, പ്രൈസ് ദി ലോർഡ്, കണ്ടോ, അതാണ് കാനായിലെ കല്യാണത്തിനുണ്ടായത്. കാനായിലെ കല്യാണത്തിന് പഴയ വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു. ഓക്കെ, പുതിയ വീഞ്ഞിന്റെ മധ്യസ്ഥരായ മാതാവ് അവിടെ ഉണ്ട്, പുതിയ വീഞ്ഞായ യേശുക്രിസ്തുവും അവിടെ ഉണ്ട്. പക്ഷേ ഇവർക്ക് ഇപ്പൊ വേണ്ടത് പഴയ വീഞ്ഞാണ്. കർത്താവ് എന്ത് ചെയ്തു? ആ പഴയ തോൽക്കുടങ്ങളിൽ വീഞ്ഞ് നിറച്ചില്ല. കേട്ടോ, ആ പഴയ തോൽക്കുടങ്ങളിലാണോ വീഞ്ഞ് നിറച്ചത്? വീഞ്ഞ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ വീഞ്ഞ്
അങ്ങനെ ചെയ്തോ? അതും ചെയ്തില്ല. മറിച്ച് ശുദ്ധീകരണത്തിനുള്ള വെള്ളം വെച്ചിരുന്ന കൽഭരണികൾ, വാസ്തവത്തിൽ നമ്മൾ വീട്ടിൽ കാല് കഴുകാൻ വെക്കണ ഭരണിയിൽ വെള്ളം നിറച്ച് കുടിക്കാൻ എടുക്കാറുണ്ടോ? എടുക്കാറുണ്ടോ? അത് അവിടെ കാല് കഴുകണ വെള്ളം വെക്കുന്ന പാത്രമല്ല, അതിനകത്ത് കുടിക്കാൻ വെള്ളം എടുക്കാറില്ല. അത്രയ്ക്ക് അവഗണിക്കുകയും അശുദ്ധമെന്ന് കരുതുകയും ചെയ്യപ്പെട്ടിരിക്കുന്ന ആ വെള്ളം, ശുദ്ധീകരണത്തിന് കാല് കഴുകാൻ വെച്ചേക്കുന്ന വെള്ളം ഇവിടെയുണ്ട്. ഈ ടാപ്പിൽ നിന്നും വെള്ളം കുടിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ ചില സ്ഥലങ്ങളിൽ. കാരണം അത് കഴുകാനുള്ള വെള്ളമാണ്, കുടിവെള്ളം വേറെയാണ്. അപ്പോ അതുപോലെ അത്ര അതല്ലാത്ത വെള്ളം ഉപയോഗിച്ച്, ആ കൽഭരണികളും ഉപയോഗിച്ചുകൊണ്ട് ആ കർത്താവ് അതിലുള്ള വെള്ളത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് പുതിയ വീഞ്ഞാക്കി മാറ്റി. മാതാവ് ഇത് പറഞ്ഞപ്പോ ഈശോ പറഞ്ഞു, എന്റെ സമയം ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടില്ലേ? എന്താ ഈ പുതിയ വീഞ്ഞ് വിളമ്പാനുള്ള സമയം എപ്പോഴാകുന്നത്? ഞാൻ എൻ്റെ ജീവൻ അർപ്പിച്ച് പരിശുദ്ധാത്മാവ് വന്ന് കഴിഞ്ഞാലേ ഈ സമയം വാസ്തവത്തിൽ ആകുള്ളൂ. എന്നിരുന്നാലും ഇപ്പോ അമ്മ പറഞ്ഞതിന്റെ പേരിൽ കുറച്ചു പേർക്കായിട്ട് ഒരു മുൻ ആസ്വാദനം കൊടുക്കാം. കണ്ടോ, ഇവിടെയാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ വലിയ. അമ്മ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? അമ്മയാണ് ആദ്യത്തെ പുതിയ വീഞ്ഞ്. യേശുക്രിസ്തുവിലൂടെ സംജാതമാക്കപ്പെട്ടിരിക്കുന്ന ഈ ദൈവരാജ്യവും ഈ രൂപാന്തരീകരണവും ഈ വിശുദ്ധീകരണവും അമ്മ, പരിശുദ്ധ അമ്മ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ അനുഭവിച്ചതിലൂടെ അമലോത്ഭവയായി പിറന്ന അമ്മയ്ക്ക് അതിൻ്റെ മാധുര്യം ശരിക്കറിയാം ആ ജീവിതത്തിൽ. പ്രൈസ് ദ ലോർഡ്. വാസ്തവത്തിൽ നമ്മളും മാമോദീസായിലൂടെ നമ്മളിലും ഈ പുതിയ വീഞ്ഞിന്റെ അനുഭവത്തിലാണ്. നമ്മളിലും കൃപ നിറഞ്ഞിരിക്കുന്നു, നമ്മളിലും ഉത്ഭവഭാവം എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പൊ മറിയം ഉത്ഭവഭാവം പോലും ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ അത് മറിയത്തിന്റെ കഴിവുകൊണ്ടാണോ? മറിയത്തിന്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്ന നിമിഷത്തിൽ ദൈവത്തിന്റെ പ്രത്യേക ഇടപെടലിലൂടെ ഈ രക്ഷാകര പദ്ധതിയിൽ പ്രവർത്തിച്ച അതേ ആത്മാവ് മറിയത്തിന്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവായ നിമിഷത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ഉത്ഭവഭാവത്തെ മുറിച്ചു, പഴയ വീഞ്ഞ് മുറിച്ചു, പുതിയ വീഞ്ഞാക്കി മാറ്റി. പ്രൈസ് ദ ലോർഡ്. മറിയം ആണ് പ്രപഞ്ചത്തിൽ ഇതിന്റെ ആദ്യത്തെ അനുഭവമുള്ള ഒരേ ഒരു വ്യക്തി. പ്രപഞ്ചത്തിലെ ആദ്യത്തെ ആ പുതിയ ഹവ്വ. ആ അനുഭവം യേശുവിന്റെ രക്ഷാകര പദ്ധതിക്ക് പൂർണ്ണത കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാവർക്കും ലഭിക്കുന്നു. എന്നപോലെ തന്നെ മറിയം മാത്രമാണ് പ്രപഞ്ചത്തിലെ ഏക വ്യക്തി യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം ആ ഉത്ഥാനത്തിന്റെ ശക്തിയുടെ പൂർണ്ണതയിലൂടെ നാമെല്ലാം അന്ത്യദിനത്തിൽ ലഭിക്കാനിരിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ ഉയർപ്പ്. ഇന്ന് നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ ആത്മാവ് വിട്ട് ശരീരം ജീർണിക്കാൻ വിട്ടുകൊടുക്കുന്നു. ആത്മാവ് ദൈവത്തിലേക്ക് പോകുന്നു. എന്നാൽ കൈവീശി കാണിക്കെല്ലാവരും. പ്രൈസ് ദ ലോർഡ്. ഈ ജീർണിക്കുന്ന നമ്മുടെ ശരീരം, മരണത്തിലൂടെ ഇന്ന് ജീർണിക്കുന്ന നമ്മുടെ ഈ ശരീരം അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേറ്റ്, ഇതാ ശരീരത്തിന്റെ പ്രവൃത്തിയാണോ? ശരീരം ജീർണിച്ചിരിക്കുന്നു. എന്നാൽ സർവാധിപനാം കർത്താവ്, ആ സർവാധിപനായ കർത്താവ് ജീർണിച്ച് ഇല്ലാതായ നശ്വരമായ ആ ശരീരത്തെ
അനശ്വരമായ അക്ഷയമായ ശരീരമാക്കി മാറ്റി നമ്മുടെ ആത്മാവിനോട് ചേർത്ത് നമ്മളെ രാജസന്നിധിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അതാണ് അന്ത്യവിധി. അന്ത്യവിധിയെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇതാണ് അന്ത്യവിധിയിൽ നടക്കാൻ പോകുന്നതെന്ന്. അത് നമുക്ക് നടക്കാൻ പോകുന്നു എങ്കിൽ മാതാവിനെ സംബന്ധിച്ച് ആ ശരീരാധാരണം, ആത്മാവിനോടുകൂടി ആ ശരീരം സ്വർഗത്തിലേക്ക് കരയറ്റപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കാനായിലെ കല്യാണത്തിന് അപ്പൊ നമ്മൾ ഈ കൊന്ത ചെല്ലുമ്പോൾ, ഈ ബോധ്യത്തോടുകൂടി കൊന്ത ചെല്ലുമ്പോൾ, നിങ്ങൾ വളരെ വളർന്നവരായ നിങ്ങൾ, ഞാൻ പറയൊരു 4 കൊന്ത, അതായത് സന്തോഷത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മഹിമയുടെയും രഹസ്യം എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിച്ചാൽ നന്നായിരിക്കും. പ്രാർത്ഥിക്കുമ്പോൾ ചുമ്മാ ഇങ്ങനെ മന്ത്രം പോലെ പ്രാർത്ഥിക്കാതെ ഈ രഹസ്യങ്ങൾ, ഈ പുതുവീഞ്ഞാണ് എന്നുള്ള ബോധ്യത്തിൽ പ്രാർത്ഥിക്കണം. ഈ പുതുവീഞ്ഞിന് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. പഴയ വീഞ്ഞ് കുടിച്ചവരിലേക്ക് പുതുവീഞ്ഞ് ഒഴുകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ കാനായിലെ കല്യാണത്തിന് മാതാവ് ഇടപെട്ടതിലൂടെ പുതിയ വീഞ്ഞായ മാതാവ്, പുതിയ വീഞ്ഞ്, പുതിയ തോൽക്കുടമായ മാതാവ്, മാതാവിൽ ഉത്ഭവഭാവം മാറിക്കഴിഞ്ഞപ്പോൾ തോൽക്കുടം പഴയ തോൽക്കുടമാണോ? പുതിയതായി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ ഉത്ഭവഭാവം മാറിക്കഴിഞ്ഞ അവസ്ഥയിൽ പുതിയ തോൽക്കുടമായി കഴിയുമ്പോൾ അതിൽ പുതിയ വീഞ്ഞ് നിറയ്ക്കാം. അല്ലാതെ പുതിയ വീഞ്ഞ് നിറച്ചാൽ, അഥവാ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമില്ലാതെ പുതിയ വീഞ്ഞ് നിറയ്ക്കാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ നിറഞ്ഞാൽ തന്നെ തോൽക്കുടം പൊട്ടി വീഞ്ഞ് പോകും. ഇത് വളരെ വിശാലമായ ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ വ്യക്തിപരമായി മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. ഇപ്പോഴേ കാനായിലെ കല്യാണത്തിന്റെ രഹസ്യം മനസ്സിലാവുന്നത്. കലവറക്കാരൻ വന്നിട്ട് ചോദിക്കുകയാണ്, ഇവരെല്ലാവരിലൂടെയും കർത്താവ് സംസാരിക്കുന്നത്. കലവറക്കാരൻ വന്നിട്ടൊരു കമന്റ് അടിക്കണം, എല്ലാവരും ആദ്യം പുതുവീഞ്ഞ് കുടിച്ച് മത്തായി കഴിയുമ്പോൾ ഇങ്ങനെ പഴയ വീഞ്ഞ് വിളമ്പാറാ പതിവ്. പക്ഷെ നീ ആകട്ടെ ആദ്യം പഴയ വീഞ്ഞ് വിളമ്പിയിട്ട് മത്ത് പിടിച്ചു കഴിഞ്ഞപ്പോ പുതിയ വീഞ്ഞ് വിളമ്പിടും, മേൽത്തരം വീഞ്ഞ് വിളമ്പിടും. ഇത് സാധാരണ നടക്കാത്ത സംഭവം കണ്ടോ. അതിന്റെ ഉള്ളിലെല്ലാം ഇരിക്കുന്ന നിഗൂഢത മനസ്സിലായോ? നീ ആകട്ടെ എന്താ ചെയ്തത്? അപ്പൊ നീ വന്നിരിക്കുന്നത്, ഞാൻ വന്നിരിക്കുന്നത് പഴയത് നൽകാൻ വേണ്ടിയല്ല. എന്തിനാ വന്നിരിക്കുന്നത്? ഈ പഴയതിൽ നിന്നും പുതിയതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. പിന്നെ അവിടെയുള്ള മറ്റൊന്ന്, ഇത് ഒരു രൂപാന്തരീകരണത്തിലൂടെയാണ്. ആ വെള്ളം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവത്തിന്റെ സൃഷ്ടിയായ നമ്മളെ, വെള്ളമായ നമ്മളെ വീഞ്ഞാക്കി മാറ്റുന്നതാണ് ദൈവരാജ്യത്തിന്റെ പ്രവർത്തനം. പഴയ സൃഷ്ടി ആയ വെള്ളത്തെ മറ്റൊരു സൃഷ്ടിയായ വീഞ്ഞാക്കി മാറ്റിയിരിക്കുന്നു. വീഞ്ഞ് വെള്ളത്തിൽ നിന്നല്ല ഉണ്ടാക്കുന്നത്. വെള്ളം ഓക്സിജനും ഹൈഡ്രജനുമാണ്, H2O. എന്നാൽ വീഞ്ഞ് ഈഥൈൽ ആൽക്കഹോളും മറ്റൊരുപാട് മിനറൽസും എല്ലാം ചേർന്നിട്ടുള്ള മറ്റൊരു മോളിക്യുലർ സ്ട്രക്ചറാണ്, H2O അല്ല. അപ്പോൾ വെള്ളത്തെ നിന്നും, വെള്ളം എന്ന സൃഷ്ടിയെ രൂപാന്തരീകരിച്ച് പൂർണ്ണമായ ഒരു ട്രാൻസബ്സ്റ്റാൻസിയേഷനിലൂടെ മറ്റൊരു സൃഷ്ടിയാക്കി മാറ്റിയപ്പോഴാണ് പഴയ തോൽക്കുടം മാറി പുതിയ തോൽക്കുടമാകുന്നത്. ഇതാണ് നമ്മൾ ഓരോരുത്തരിലും മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും സംഭവിക്കുന്നത്.
നമുക്കൊന്ന് സ്തുതിക്കാം. കർത്താവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഉച്ചഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് നേരത്തെ വരാം. ഇപ്പോൾ നമ്മൾ ഇടവേളയാണ്. 1:30 മണിക്ക് നിങ്ങളിവിടെ ഭക്ഷണം കഴിക്കാത്തവരെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടുക. ഭക്ഷണം കഴിക്കുന്നവര്, അസുഖമുള്ളവരെല്ലാം കുറച്ച് സാവധാനം വന്നാലും 1:30 മണിക്ക് ഇവിടെ കൂടി വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് ഈശോ എഴുന്നള്ളിച്ച് വെച്ച് നിങ്ങൾ തന്നെ ഒരു ആത്മശോധന ചെയ്ത് പശ്ചാത്തപിക്കുകയും അങ്ങനെ കുംഭസാരത്തിന് ഒരുങ്ങുക. നിങ്ങൾ തന്നെ മൗനമായിട്ടിരുന്ന് ഈശോയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുക. ഈ കേട്ട കാര്യങ്ങളെല്ലാം നമ്മളെ ഒരു കൂടുതൽ അനുഭവപൂർണമായ ഒരു കുംഭസാരത്തിലേക്ക് നയിക്കും. കൃപയെ ലക്ഷ്യം വയ്ക്കുക. അവന്റെ പൂർണ്ണതയിൽ നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുന്നത് ഈ കൂദാശയിലൂടെയാണ്. ദൈവത്തിന്റെ കരുണയെ ശ്രദ്ധിക്കുക. മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ ആലിംഗനം ചെയ്ത ആ ദൈവം നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ ആ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടമാകാനും, നമ്മൾ ഓരോരുത്തരും പുതിയ തോൽക്കുടമാണെങ്കിലും അത് പൂർണ്ണ ബോധ്യത്തോടുകൂടി ആ പുതിയ തോൽക്കുടമാകാനും അതിൽ പുതിയ വീഞ്ഞ് നിറയ്ക്കുന്ന അനുഭവത്തിലേക്ക് വരാൻ വേണ്ടി ഈ ആരാധന സമയത്ത് നിങ്ങൾ ആഴമായി പ്രാർത്ഥിച്ചുകൊണ്ട് കുമ്പസാരിക്കണം. കുമ്പസാരത്തിന് ശേഷം നമ്മൾ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഇന്നലെയും ഇന്നും കേട്ട കാര്യങ്ങളിൽ നിങ്ങളെ സ്പർശിച്ച പ്രധാന കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കണം. വേറെ ഒന്നും പറയാൻ പാടില്ല. കാരണം നമ്മളുടെ വളരെ വിലമതിപ്പുള്ള സമയമാണ്. മറ്റൊരു സാക്ഷ്യത്തിനുമുള്ള അവസരമില്ല. നിങ്ങൾ വളർന്നവരാണ്, അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ അക്ഷരപ്രതി മനസ്സിലാക്കണം. ഇവിടെ വന്നു കഴിയുമ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങൾ പറയരുത്. ഈ ഇന്നലെയും ഇന്നും കേട്ട ക്ലാസ്സിൽ ഇങ്ങനെ ഒരു ബോധ്യം എനിക്ക് കിട്ടി. ഇപ്പൊ എനിക്ക് ഇന്നത് ഇന്നമാതിരി മനസ്സിലായി. ഇത്രയും പറഞ്ഞാൽ മതി. അതിൻ്റെ ഉദ്ദേശം ഇതാണ്. ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അതിശക്തമായി നമ്മളിൽ പ്രവർത്തിക്കുകയും മറ്റുള്ളവരിൽ അതിനെക്കുറിച്ചൊരു സംശയം, ഇതെങ്ങനെയൊക്കെ ആണോ, ഇതൊക്കെ ശരിയാണോ ഈ പറയണത്, ഇതെന്തെന്നാ ഇദ്ദേഹം ഇങ്ങനെ പഴയ വീഞ്ഞ് പുതിയ വീഞ്ഞ് പഴയ തോൽക്കൂടി, ഇതൊക്കെ ഒന്നും മനസ്സിലാവണില്ലല്ലോ, ഇങ്ങനെ ഒരു പുഴഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ അത് മനസ്സിലാവുന്നുണ്ടോ? മറ്റുള്ളവർക്കത് കൂടുതൽ ശക്തമായി മനസ്സിലാകുകയും നിങ്ങളത് പ്രഘോഷിക്കുമ്പോൾ നിങ്ങളിൽ അത് കൂടുതൽ ഒരു ബോധ്യമാകുകയും അത് പ്രഘോഷിക്കുന്നതിനുള്ളൊരു അഭിഷേകമാകുകയും ചെയ്യും. അതാണ് ഈശോ പറഞ്ഞത്, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടും, അതിനുശേഷം അന്ത്യമാകുന്നതാണ്. ഏത് സുവിശേഷം പ്രഘോഷിക്കപ്പെടും? രാജ്യത്തിൻ്റെ ഈ സുവിശേഷം, ഈ പുതിയ നിയമം, ഈ പുതിയ നീതി, ഈ ദൈവനീതി, രാജ്യത്തിൻ്റെ സുവിശേഷം. എന്തെങ്കിലും പ്രഘോഷിച്ചാൽ അല്ല പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം, ദൈവരാജ്യത്തിൻ്റെ ഈ സുവിശേഷം, അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രഘോഷിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് ഇരിക്കാൻ സമയമുണ്ടാവില്ല. പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കാനായിൽ വന്നപ്പോൾ ഈ ഹൃദയത്തിൽ ഇപ്പോൾ കടന്നു വന്നിടനേ, അവരുടെ തീർന്നു പോയി പുത്രനോടും ചൊല്ലിടണേ. ആനായിൽ വന്ന
കേട്ടു. ഇപ്പോ മൗനം ആയിരിക്കുകയല്ലേ നല്ലത്, ഇല്ലേ? മൗനമായിട്ട് ഈ കേട്ട കാര്യങ്ങളെ മാത്രം നിങ്ങൾ മനനം ചെയ്ത് കുമ്പസാരിക്കുകയും ഇതിനെക്കുറിച്ച് ബൈബിളൊക്കെ തുറന്ന് പഠിക്കുകയൊക്കെ ചെയ്യുക. സംസാരിക്കാതിരിക്കുന്നതാണ് ഉത്തമം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സാവധാനം ഇടവേള.